ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഗപ്പി ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ രാഹുൽ ഭായ് വരുന്നത്. അപ്പോൾ രാഹുൽ ഭായ് വരുന്ന സമയത്താണ് പറഞ്ഞത്, ഈ വെള്ളം ഇങ്ങനെ നിങ്ങൾ വേസ്റ്റാക്കി കളയണ്ട, ഈ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൊയ്ന വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഗപ്പി ടാങ്കിലെ അടിത്തട്ടിൽ നിന്ന് നമുക്ക് ബ്ലഡ് വേംസ് കളക്ട് ചെയ്യാൻ പറ്റും, ഗപ്പിക്ക് പറ്റിയ നല്ലൊരു ഫീഡാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഇതിന് എഗ്ഗ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തൊക്കെ അപ്പോൾ നാടൻ ശ്രിമ്പ് നല്ല രീതിയിൽ തന്നെ ബ്രീഡായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളെ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഈ ടാങ്കാണ്. ഈ ടാങ്കിൽ ഇനി മറ്റൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ ഫോക്സ്ടെയിലിൻ്റെ ലൈവ് പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റ് നോക്കി നിങ്ങൾ ശരിക്ക് ഈ ഒരു ഏരിയയിൽ, അതായത് ആദ്യം ഈ ഒരു ഏരിയ കാണിച്ചിട്ട്, ഈ ഒരു ഏരിയ നിൽക്കുന്നത് ഇതാ വെയിൽ ഇങ്ങോട്ട് കിട്ടും എന്ന് കരുതിയിട്ട് ഡയറക്റ്റ് ഒരിക്കലും വെയിൽ കിട്ടില്ല. അങ്ങനത്തെ ഏരിയയാണ്. ഫോക്സ്ടെയിൽ ലൈവ് പ്ലാന്റ് നല്ല രീതിയിൽ വളർച്ച കിട്ടേണ്ടതാണ്. കാരണം നല്ല രീതിയിൽ തന്നെ ഇവിടെ വളർന്ന് വലുതായിട്ടുമുണ്ട് ഫോക്സ്ടെയിൽ ലൈവ് പ്ലാന്റ്. കണ്ടില്ലേ, ശരിക്കും പരന്ന് പിടിച്ചൊരു കാട് പോലത്തെ ഒരു ഫീൽ തന്നെ ഇതിനകത്ത് ഫോക്സ്ടെയിൽ ലൈവ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ആരോഗ്യം പൂർണ്ണമായിട്ട് ഒരു ക്ഷയിച്ച അവസ്ഥ. ഇത് നല്ല പൂർണ്ണ ആരോഗ്യമായിട്ടുള്ള ചെടി ഇതിൽ കാണുന്നില്ല. പക്ഷേ ഇവിടെ ഇതിൻ്റെ എഡ്ജിലൊക്കെ ആ ഒരു ലൈറ്റ് ഗ്രീനിഷ് ആരോഗ്യം കാണുന്നുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് അല്ലാതെ കാണാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ നമ്മളിന്ന് എന്ത് ചെയ്യണം, ഈ ഫോക്സ്ടെയിലിൻ്റെ ലൈവ് പ്ലാന്റ് ഒക്കെ എടുത്ത് കളയാൻ പോവാണ്. നമ്മളിത് കളയാനുള്ള കാരണം നമ്മളെ കയ്യിൽ ആവശ്യത്തിനുണ്ട്, പിന്നെ ഇത് നമ്മൾ നോക്കുന്നില്ല. ഇന്നലെ നമ്മൾ ഫോക്സ്ടെയിലിൻ്റെ ലൈവ് പ്ലാന്റ് കളഞ്ഞിട്ടുള്ളതാണ് ഈ കിടക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മൾ ഒഴിവാക്കുകയാണ്. നമുക്ക് പുതിയ ഫോക്സ്ടെയിലിൻ്റെ ലൈവ് പ്ലാന്റ്, ഇനി പുതിയ കഷ്ണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ അഴുക്ക് വന്നിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഇത് കളയാനുള്ള പ്രധാന റീസണ്. ഇനി ഇതിൽ ബ്ലഡ് വേംസ് ഉണ്ടാവുമോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് പ്ലാന്റ് ആയതുകൊണ്ട് ഇതിൽ ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ലയെന്ന് തോന്നുന്നത്. ഇതിൻ്റെ അടിത്തട്ട് എന്നുള്ള വേസ്റ്റാണ് നമ്മളിനി കളക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്ലാന്റൊക്കെ ഒന്ന് നീക്കം ചെയ്യാം. കണ്ടില്ലേ, ഞാൻ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കൂടുതലായിട്ടൊന്നും പ്ലാന്റ് ഇതിനകത്ത് നിറച്ചിട്ടുണ്ടായിരുന്നില്ല, കുറച്ചിട്ടുണ്ടാവുള്ളൂ എല്ലാ ടാങ്കിലും ഇടുന്ന പോലെ. പക്ഷേ നല്ല രീതിയിലുള്ള പ്ലാന്റ് തന്നെ ഇവിടെ വളർന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ അടിത്തട്ടിൽ വേസ്റ്റ് കാണുന്നുണ്ട്, കണ്ടില്ലേ, ഈ വേസ്റ്റാണ് നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ബ്ലഡ് വേം നമ്മുടെ രാഹുൽ ബ്രോ പറഞ്ഞ പോലെ നമുക്കൊന്ന് കളക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തുക. എത്രത്തോളം കിട്ടുമോ ഇല്ലെന്നുള്ള അറിയില്ല. ഇതിനകത്തും നമ്മുടെ നാടൻ ശ്രിമ്പ് ഇതിനകത്തും ഉണ്ട്. ഇതിൽ ബ്രീഡായി ഇറങ്ങിക്കണോ എന്നുള്ളത് അറിയില്ല. നമുക്ക് എങ്ങനെയായാലും ചെക്ക് ചെയ്യാം. നമ്മൾ അപ്പോൾ ബ്ലഡ് വേംസിനെ കളക്ട് ചെയ്യാൻ പോവാണ്. ബ്ലഡ് വേംസിനെ കളക്ട് ചെയ്യാൻ നമ്മൾ ഈ ഗപ്പി ടാങ്കിൽ നിന്ന് വേസ്റ്റാണ് കളക്ട് ചെയ്യുന്നത്, അതിൽ നിന്നാണ് കളക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു തോർത്തുമുണ്ട്, പഴയ തോർത്തുമുണ്ടിൻ്റെ കഷ്ണമാണ്, ഇതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു പൈപ്പിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ പോകും കേട്ടോ. ഈ ടാങ്കിലെ വേസ്റ്റ് കംപ്ലീറ്റ് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു അറ്റം ടാങ്കിലേക്ക് ഇടുക, ഒരറ്റം ഇതിലേക്ക് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, വേസ്റ്റ് വരുന്നുണ്ടല്ലേ. ഇതുപോലെ ഈ ടാങ്കിലെ വേസ്റ്റ് കംപ്ലീറ്റ് നമ്മൾ വലിച്ചെടുക്കാൻ പോകും അടിത്തട്ടിലെ. അങ്ങനെ നമ്മൾ ഈ ഒരു ഗപ്പി ടാങ്കിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ള വേസ്റ്റാണിത്. നല്ല രീതിയിലുള്ള വേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബ്ലഡ് വേംസ് കളക്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ഇപ്പോൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെള്ളം മൊത്തം വേസ്റ്റായി. നമ്മൾ വേസ്റ്റ് ആക്കാതുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, പക്ഷേ വേസ്റ്റായി. അതിന് ഇനിയൊരു പരിഹാരം കാണണം. അപ്പോൾ കുറച്ചും കൂടി വേസ്റ്റ് ഇതിനകത്തുണ്ട്. അപ്പോൾ നമുക്ക് കളക്ട് ചെയ്യണം. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കളക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് എത്രത്തോളം, അപ്പോൾ നമ്മൾ കളക്ട് ചെയ്ത ഈ വേസ്റ്റിൽ നിന്ന് എത്രത്തോളം ബ്ലഡ് വേംസ് കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ആ ഗപ്പി ടാങ്കിൽ അടിത്തട്ടിലെ വേസ്റ്റ് മൊത്തം ഈ ഒരു തോർത്തുമുണ്ടിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതെന്ത് ചെയ്യാൻ പോവാണ്, ഇതുപോലെ കെട്ടിയെടുക്കാൻ പോവാണ്. ഇതുപോലെ ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് തോർത്തുമുണ്ടിൻ്റെ അകത്തായില്ല, എന്നിട്ട് എന്തെങ്കിലും ഒരു നാര് ഉപയോഗിച്ചിട്ട് നമ്മളിതുകൊണ്ട് കെട്ടുക. ജസ്റ്റ് എന്തെങ്കിലും ചെറിയ രീതിയിലൊന്നുണ്ട് ഇതാക്കി കൊടുത്താൽ മതി. ഈ വേസ്റ്റ് പുറത്തേക്ക് പോകാത്ത രീതിയിൽ നാര് ഉപയോഗിച്ചിട്ട് ഒന്നിട്ട് കെട്ടുക എന്നാണ് ഉദ്ദേശം. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ ഒരു പാത്രത്തിൽ നമ്മളിവിടെ വെള്ളം എടുത്തിട്ടുണ്ട്, ഫ്രഷ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ വേസ്റ്റ് നമ്മൾ ഇറക്കി വെക്കാൻ പോകണം. ഇനി കുറച്ച് നേരം നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഈ വെള്ളത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് വേറൊരു സംഭവങ്ങളൊന്നും അധികം കാണണമൊന്നുമില്ല. നല്ല ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് വെള്ളം നിറച്ചതാണ്. ഇനി ഇതിനകത്തുനിന്ന് ബ്ലഡ് വേംസ് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ബ്ലഡ് വേംസ് കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ സംഭവം.
സാധനം ഇങ്ങനെ റെഡി ആയി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറവാണ്, ഇതിന് ശരിക്കും കൊണ്ട് ഇറങ്ങുന്നില്ല, എങ്കിലും കുറച്ചെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ വേറൊന്നിൽ ഇതേപോലെ എടുത്തിട്ട് ഇവിടെ മാറ്റി വെച്ച് നോക്കിയിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ ബ്ലഡ് വേംസ് ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ കാണാനുണ്ട്. ഇവിടെയൊക്കെ ബ്ലഡ് വേംസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നോക്കിയപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ ഓപ്പൺ ആക്കി വെച്ചത് ഒരു ചെറിയ പാത്രത്തിൽ. നിങ്ങൾ മറിച്ചിട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇതാ ഇവിടെയൊക്കെ ഇരിക്കുന്നതാ കണ്ടാ, ഇത് ഇരിക്കുന്നുണ്ട്, തൊട്ടുപുറത്ത് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബ്ലഡ് വേംസ് ഇവിടെ കളക്ട് ചെയ്തിട്ടുണ്ട്. കളക്ട് ചെയ്യാൻ നമ്മൾ ഒരുപാട് പണിപ്പെട്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കിഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ കിഴിയിൽ നിന്ന് വേണ്ട രീതിയിൽ കിട്ടിയില്ല, കുറച്ചെണ്ണേ കിട്ടിയുള്ളൂ. പക്ഷേ കിഴിയിൽ നിന്ന് കാര്യമായിട്ട് പുറത്ത് ഇറങ്ങുന്നില്ല, എന്താ സംഭവം എന്നറിയില്ല. നല്ല രീതിയിൽ തന്നെ അഴുക്കുണ്ട്, ഈ അഴുക്കിൻ്റെ ഇടയിൽ തന്നെ അവ പറ്റി പിടിച്ച് നിൽക്കുകയാണ്. പിന്നെ നമ്മൾ വലിയൊരു തോർത്തെടുത്തിട്ട് അതിലേക്ക് മാറ്റിയതിന് ശേഷം വെള്ളം ഊറിയതിന് ശേഷം നമ്മൾ ഈ സ്പൂൺ കൊണ്ട് ഇതിൽ നിന്ന് ഇങ്ങനെ തിരഞ്ഞെടുക്കുക ചെയ്തത്. അങ്ങനെ അത്യാവശ്യത്തിന് കളക്ട് ചെയ്തിട്ടുള്ള ബ്ലഡ് വേംസ് ആണ് നിങ്ങൾ കാണുന്നത്. ഇത് ഇത്ര സിമ്പിളാണ്, ഇങ്ങനൊരു ഫീഡ് ഉണ്ട് എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയില്ലായിരുന്നു. നേരത്തെ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഈ സംഭവത്തെ കണ്ടിട്ടുണ്ട്, മുമ്പ് നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ മൊയ്ന കൾച്ചർ ചെയ്യുന്ന സമയത്ത് മൊയ്നയിൽ നമ്മൾ ചാണകം കിഴി കെട്ടിയിട്ടിരുന്നു. ആ സമയത്ത് ചാണകത്തിൻ്റെ കിഴീൻ്റെ അകത്തൊക്കെ ഈ സംഭവം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഫീഡ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ലായിരുന്നു. നമുക്ക് എങ്ങനെയായാലും നമ്മളെ ബ്ലഡ് വേംസ് ഒന്ന് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക ഗപ്പികൾക്ക്. ഇത് നമ്മുടെ സെക്കൻഡ് സ്റ്റേജ് ടാങ്കാണ്. ഇതിൽ പ്ലാറ്റിനം റെഡ് ബിഗ് ഇയറിൻ്റെ മെയിൽസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. മെയിൽസ് മാത്രം, അടുത്ത സെക്കൻഡ് സ്റ്റേജിലുള്ള മെയിൽസാണിത്. അപ്പോൾ ഇനി സെയിലിന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്കൊന്ന് ഫീഡ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത് കേട്ടോ. യെസ്, ഇട്ട് കൊടുത്തതും അറ്റാക്ക് ചെയ്ത്. ഇനിയിപ്പോൾ കുറച്ച് തോനെ തന്നെ ഉണ്ട്, ഒരു ടീമായിട്ടുള്ള ഒരു ഇതാണ്. യെസ്, കണ്ടില്ല, നമ്മൾ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ അറ്റാക്ക് ചെയ്യണം. ശരിക്കും നല്ല രീതിയിൽ തന്നെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി കുറച്ചും കൂടി കൊടുത്തു നോക്കാം. ഇതിലൊരു 3 എണ്ണം ഉണ്ട്. കണ്ടില്ല, ഇട്ട് കൊടുത്ത ആ സ്പോട്ടിൽ തന്നെ അറ്റാക്ക് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു ഫീഡ് തന്നെ എന്തുകൊണ്ടിട്ടാണ് നമുക്ക് ഈസി ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ഫീഡ് എത്ര പെട്ടെന്ന് അറിയാം അറ്റാക്ക് ചെയ്ത് കഴിക്കണത്. നമുക്ക് അത്രയും ലോ കോസ്റ്റിൽ കിട്ടുന്ന ഈ ഒരു ഗപ്പിക്ക് കൊടുക്കാൻ പറ്റിയ ഈ ഒരു ഫുഡ് അടിപൊളി തന്നെ എന്നാണ് തോന്നുന്നത്. നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാർ, ഈ ഗപ്പി ഫാമിങ്ങിൽ നേരത്തെ ഉള്ള ഒരുപാട് ആൾക്കാർ ഈ സംഭവം കൊടുക്കുന്നതാണ്. കുറച്ചും കൂടി കൊടുത്തു നോക്കാം. കഴിക്കുന്നത് കാണാൻ നല്ല രസമുണ്ട്. ഇതിലൊന്നേ ഉള്ളൂ, ആർക്ക് കിട്ടുമോ വടിച്ച് സ്പോട്ടിലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഈ ടാങ്ക് അടക്കം നമ്മൾ വെറുതെ ക്ലീൻ ചെയ്ത് കളയാറുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് അടുത്തിട്ടുനിന്ന് ഈ ഒരു നല്ല ഫുഡ് കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി അത് നമ്മുടെ ഫുഡിൽ നമുക്ക് എന്ത് ചെയ്യാം, അതും കൂടി ഉൾപ്പെടുത്താവുന്നതാണ്.